അഭിവന്ദ്യനായ ഓർപ്പിസ്കോപ്പാച്ചന്മാർ, വന്ദ്യനായ വൈദികർ, ബഹുമാന്യരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, മലങ്കര സഭ കാതോലിക്കേറ്റിൻ്റെ ശതാബ്ദി ആഘോഷം നെഞ്ചിലേറ്റിയിരിക്കുന്നു എന്ന് തന്നെ പറയണം. മലങ്കര സഭയുടെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും നാനാ പ്രദേശത്തുമുള്ള വിശ്വാസികൾ വളരെ ആവേശത്തോടുകൂടി പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായാൽ മലങ്കര സഭയ്ക്ക് ലഭിച്ച സുവിശേഷ വെളിച്ചം, അതിൻ്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് കാതോലിക്കേറ്റിൻ്റെ ശതാബ്ദി മനോഹരമായി അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർത്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട എബിയച്ചൻ വളരെ സംക്ഷിപ്തമായ മലങ്കര സഭയുടെ ചരിത്രം അരമണിക്കൂർ കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് കഥാപ്രസംഗ രീതിയിൽ പറഞ്ഞു തന്നു. നവംബർ മാസം 25-ാം തീയതി നടക്കുന്ന മറൈൻ ഡ്രൈവിൽ വെച്ച് നടക്കുന്ന മഹാസമ്മേളനത്തിലും അച്ഛൻ മലങ്കര സഭയുടെ ചരിത്രം കഥാപ്രസംഗ രീതിയിൽ ആവിഷ്കരിച്ചോ അവതരിപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ വന്ദ്യരായ ഈ വൈദികരും മലങ്കര സഭയുടെ ആത്മായ നേതൃത്വവും ഒക്കെ മലങ്കര സഭയ്ക്ക് ഒരു പുത്തൻ ഉണർവ് ലഭിക്കത്തക്ക രീതിയിൽ ശതാബ്ദി ആഘോഷത്തെ നെഞ്ചിലേറ്റി സന്തോഷപൂർവ്വം മലങ്കര സഭയുടെ പൈതൃകത്തിന്റെ വക്താക്കളായി നിലകൊള്ളുന്നു എന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട മോൻ ജോസഫ് അച്ഛൻ ഓർമ്മിപ്പിച്ചു, ശതാബ്ദി സന്ദേശ റാലി മലങ്കര സഭയുടെ ആസ്ഥാനമായ ദേവലോകത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ സന്ദർഭം, ഈ സന്ദേശ റാലിയെ ആവേശപൂർവ്വം സ്വീകരിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന മലങ്കര മെത്രാപ്പോലീത്തായുടെ സിംഹാസന പള്ളിയായ മാർ ഏലിയ കത്തീഡ്രലിൽ വന്നുകൂടിയിരിക്കുന്ന ജനസമൂഹം, ഞാൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കേണ്ട സത്യങ്ങൾ എന്താണ്? ഒന്നാമത് എനിക്ക് പറയുവാനുള്ളത്, 1912 സെപ്റ്റംബർ മാസം 15-ാം തീയതി കാതോലിക്കേറ്റ് നിലവിൽ വന്നു എന്നതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം എന്താണ്? ഈ സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ ശക്തമായ ആധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിച്ചു എന്നതാണ് 1912-ലെ കാതോലിക്കേറ്റ് സ്ഥാപനത്തിന്റെ വലിയ പ്രാധാന്യം. AD 52-ൽ തോമസ് ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട മലങ്കര സഭ വലിയ പൗരസ്ത്യ സഭയായ പേർഷ്യൻ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ ആദ്യത്തെ 15 നൂറ്റാണ്ടുകൾ നിലനിന്നു. അർക്കദിയോക്കന്മാർ ജാതിക്ക് തലവന്മാരായി മലങ്കര സഭയുടെ ഭരണം നടത്തി. ആദ്യത്തെ 15 നൂറ്റാണ്ടുകളിൽ വളരെ സ്വസ്ഥതയോടെ ഭാരതീയമായി മലങ്കര സഭ ഏകമായി ഭാരതത്തിൽ നിലകൊണ്ടു. എന്നാൽ പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് കഥാപ്രസംഗത്തിൽ എബിഫിലിപ്പച്ചൻ ഓർമ്മിപ്പിച്ചതുപോലെ മലങ്കര സഭയിൽ ഒരു ഭിന്നത ഉണ്ടായത്. കത്തോലിക്കരെ സ്വീകരിച്ച മലങ്കര സഭയുടെ വിഭാഗത്തിന് സീറോ മലബാർ എന്ന പേര് കിട്ടി. അർക്കദിയോക്കന്മാർ നേതൃത്വം നൽകിയ മലങ്കര സഭ ഭരണത്തിൽ നിന്ന് പോർച്ചുഗീസുകാരുടെ, ലത്തീൻകാരുടെ അവരുടെ അധികാരവും പണവും ഉപയോഗിച്ചുകൊണ്ട് തദ്ദേശീയരായ മലങ്കര സഭ വിഭാഗക്കാരെ അവർ അടർത്തിയെടുത്തു. അതിന് സീറോ മലബാർ എന്ന പേര് കൊടുത്തു. എന്നാൽ ചരിത്രത്തിലെ വലിയൊരു ഗതികേട് 16-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലുണ്ടായി. 1-ാം നൂറ്റാണ്ട് മുതൽ ജാതിക്ക് തലവന്മാരായ അർക്കദിയോക്കന്മാരുടെ നേതൃത്വത്തിൽ നിലകൊണ്ട മലങ്കര സഭയെ പുത്തൻ കൂറ്റെന്ന തലതിരിഞ്ഞ തലക്കെട്ട് കൊടുത്ത് കത്തോലിക്കർ വിശേഷിപ്പിച്ചു. ലോക ചരിത്രം തന്നെ പാശ്ചാത്യരെ പലപ്പോഴും മാറ്റിമറിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സഭയുടെ ചരിത്രം, പ്രത്യേകിച്ച് മലങ്കര സഭയുടെ ചരിത്രം അവരുടെ ഹിതത്തിനനുസരിച്ച് മാറ്റിമറിച്ചതിന്റെ ഒന്നാമത്തെ പ്രയോഗമാണ് പുരാതനമായ മലങ്കര സഭയ്ക്ക് ഒരു പേര് നൽകി പുത്തൻ കൂറ്റെന്ന്. ഭാരതീയ പാരമ്പര്യത്തിൽ യഥാർത്ഥത്തിൽ ഈശ്വര രൂപങ്ങൾ പലതും ചമച്ചത് കമ്മാളന്മാരാണ്. കാർഷിക മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവർ, വയലിലൊക്കെ കഷ്ടപ്പെട്ടിട്ട് സന്ധ്യാസമയത്ത് കയറി വരുന്നവർ, അവരുടെ മനസ്സിലെ മഹത്തരമായ ചില രൂപങ്ങൾ ഈശ്വരന്മാരായി പ്രതിഷ്ഠിക്കപ്പെട്ടു. ഐശ്വര്യത്തിന്റെ ദേവികളും കോപത്തിന്റെ ദേവന്മാരും അതുപോലെ തന്നെ രുദ്ര അവതാരങ്ങളും ഉഗ്രമൂർത്തികളും ഒക്കെ കരവിരുതിന്റെ ഭാഗമായി കമ്മാളന്മാർ ചമച്ചുണ്ടാക്കി.
എന്നാൽ ആര്യൻ അധിനിവേശം കടന്നു വന്നു. വ്യവസ്ഥാപിതമായ മതക്രമീകരണങ്ങൾ ഉണ്ടായി. സാധാരണ മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട ദൈവരൂപങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രം പ്രതിഷ്ഠിക്കാം എന്ന വ്യവസ്ഥ ഉണ്ടായി. യഥാർത്ഥത്തിൽ എന്തോ ഒരു തലതിരിവാണ്. പി ദേവ് പറയുന്നത് പോലെ ചരിത്രത്തിൽ സംഭവിച്ച ഒരു ഗതികേടാണ്. സാധാരണ മനുഷ്യൻ അവന്റെ മനസ്സിൽ രൂപപ്പെടുത്തിയ മനോഹര ദൈവസങ്കല്പങ്ങൾ വ്യവസ്ഥാപിത മതത്തിന്റെ ഭാഗമായി ഉന്നതമായ ഒരു സമൂഹത്തിന് മാത്രം കൈമുതലായി കടന്നു വന്നു. അതിന്റെ പരിണിതഫലമാണ് ക്ഷേത്രങ്ങളും ക്ഷേത്ര രൂപങ്ങളും ക്ഷേത്രത്തോട് അനുബന്ധപ്പെട്ട ക്രമീകരണങ്ങളും ഒക്കെ സമൂഹത്തിന്റെ മേലാളന്മാരുടെ ഭാഗമായി തീർന്നു. എന്നാൽ ഭാരതത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ തുടക്കം സർവ്വ മനുഷ്യർക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ തുറന്നു കൊടുത്തു. നമുക്കറിയാം, ക്ഷേത്രപ്രവേശന വിളംബരവും ഭാരതത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ശക്തമായ പ്രേരണകളുമൊക്കെ ഈ ഭാരതത്തിൽ സ്വാതന്ത്ര്യ ബോധം സാധാരണ മനുഷ്യരിലേക്ക് വന്നു. എന്നാണ് 1912 നടന്നത്? 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ രൂപപ്പെട്ട വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ രാജാ രാംമോഹൻ റോയിയുടെയും അതുപോലെ തന്നെ ശ്രേഷ്ഠരായ സ്വാതന്ത്ര്യ പ്രസ്ഥാന നേതാക്കളുടെയും നമ്മുടെ കൊച്ചു കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പ സ്വാമികളുടെയും CK കേശവന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പ്രസ്ഥാനം സാധാരണ മനുഷ്യരുടെ മനസ്സിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സ്വത്വബോധത്തെക്കുറിച്ച് ശക്തമായ പ്രയത്നങ്ങൾ ഉണ്ടാക്കി. സഹോദരങ്ങളെ, ഇതൊക്കെ ശക്തമായി മലങ്കര നസ്രാണികളിൽ ബാധിച്ചു. യഥാർത്ഥത്തിൽ മലങ്കര നസ്രാണികൾ 16ാം നൂറ്റാണ്ട് മുതൽ അനുഭവപ്പെടുന്ന വിദേശീയ ആധിപത്യത്തിനെതിരെ സടകുടഞ്ഞെഴുന്നേറ്റത് ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രേരണ കൊണ്ടാണ്. 934 മലങ്കര സഭയുടെ ഭരണഘടനയും 912 മലങ്കരയിൽ ഒരു കാതോലിക്കറ്റ് നിലവിൽ വന്നതും യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തോട് ഒരുമിച്ച് ചേർന്ന് മലങ്കര നസ്രാണികൾ ചിന്തിച്ചതിന്റെ പരിണിതഫലമാണ്. അതുകൊണ്ടാണ് മലങ്കര സഭയ്ക്ക് ഈ കാതോലിക്കറ്റ് നിലവിൽ വന്നതിന്റെ 100ാം വാർഷികം പ്രാധാന്യമായി തീർന്നത്. AD 52 മുതൽ 1960 വർഷത്തെ ശ്രേഷ്ഠമായ പാരമ്പര്യം മലങ്കര സഭയ്ക്കുണ്ട്. ആ പാരമ്പര്യത്തിൽ കാതോലിക്കറ്റ് നിലവിൽ വന്നത് യഥാർത്ഥത്തിൽ 16ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയ മലങ്കര നസ്രാണികളുടെ ശ്രേഷ്ഠമായ സ്വാതന്ത്ര്യ സമരത്തിന്റെ പൂർത്തീകരണമാണ്. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ സീറോ മലബാർ സഭ കത്തോലിക്കരുടെ നേതൃത്വത്തിൽ ഉണ്ടായപ്പോൾ മലങ്കര സഭയെ അർക്കബിയോക്കിന്റെ നേതൃത്വത്തിൽ നിലവിലിരുന്ന മലങ്കര സഭയെ ഒരു അനാക്രോണിസം എന്ന നിലയിൽ കാലത്തിനും സമയത്തിനും ചേരാത്ത രീതിയിൽ പുത്തൻ കൂട്ടുകാരെന്ന് വിളിച്ചു. എന്നിട്ട് കത്തോലിക്കരോടുകൂടെ നിന്ന സീറോ മലബാറുകാർക്ക് തലതിരിഞ്ഞ പേര് കൊടുത്തു പഴയ കൂട്ടുകാർ. സഹോദരങ്ങളെ, ഇതൊന്നും മലങ്കര സഭയ്ക്ക് പ്രശ്നമായില്ല. മലങ്കര സഭ എന്താണ് ഓർക്കേണ്ടത്? ഒന്നാം മാർത്തോമായാണ്. യഥാർത്ഥത്തിൽ കാതോലിക്കറ്റ് 1912 നിലവിൽ വന്നുവെങ്കിൽ ആ കാതോലിക്കറ്റിന്റെ സ്വാതന്ത്ര്യബോധം ശക്തമായി മലങ്കര നസ്രാണിയിൽ കൊടുത്തത് ഒന്നാം മാർത്തോമായാണ്. അവസാനത്തെ അർക്കദിയാക്കോൻ ഒന്നാം മാർത്തോമയായി 12 വൈദികരാൽ പട്ടം കെട്ടപ്പെട്ടുവെങ്കിൽ അത് ലോക ക്രൈസ്തവ ചരിത്രത്തിലെ ഏറ്റവും മഹനീയ നിമിഷമാണ്. മറ്റേതൊരു ക്രൈസ്തവ പാരമ്പര്യത്തെക്കാളും സ്വതന്ത്രമായ സഭയുടെ ശക്തമായ ചിന്തകൾ മലങ്കര സഭയ്ക്ക് നൽകിയത് ഒന്നാം മാർത്തോമയാണ്. ഒന്നാം മാർത്തോമയുടെ നേതൃത്വത്തിൽ മലങ്കര സഭയിൽ ഒരു പുതിയ ചരിത്രം തന്നെ തുടങ്ങി. 1653 ഭാരതത്തിൽ ആദ്യമായി ഒരു വൈദേശിക ശക്തിക്കെതിരെ ഏതെങ്കിലും ഒരു ഭാരതീയൻ യഥാർത്ഥത്തിൽ ഒരു സമരം നടത്തിയെങ്കിൽ അത് നമ്മുടെ പൂർവീക പിതാക്കന്മാരായ മലങ്കര നസ്രാണികൾ നടത്തിയതാണ്. കോഴിക്കോട്ടെ
പ്രഖ്യാപിച്ചുകൊണ്ട് മലങ്കര സഭയുടെ മക്കൾ വിശുദ്ധനായ മാർത്തോമായുടെ അരുമസന്താനങ്ങൾ ഇതായി വിശുദ്ധനായ മാർത്തോമായുടെ സൈനിക സിംഹാസനം ഈ സമയത്ത് സെൻട്രൽ മദ്രാസിനെ പ്രതിനിധീകരിച്ച് സെൻട്രൽ മദ്രാസിന്റെ സീനിയർ വൈദികൻ ബഹുമാനപ്പെട്ട CJ പുണ്യസ്വാമി ആരാധന നടത്തുന്നതാണ്. അതേ തുടർന്ന് FD സെമിനാരി ഹൈസ്കൂളിന് വേണ്ടി ആരാധന നടത്തുന്നു. നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് ആക്ടിംഗ് ചെയർമാൻ ഇപ്പോൾ ആരാധന നടത്തുന്നു. സ്വീകരണമാണ് ഇത്. ഏറ്റവും ഭംഗിയാക്കുന്നത് പുറപ്പെട്ടതായി സന്ദേശയാത്ര ഇന്ന് അവസാനിക്കുകയാണ്. അവസാനത്തെ ദിവസമായി ഇന്നത്തേക്ക് ഈ യോഗത്തിലേക്ക് കടന്നുവന്ന എല്ലാവരെയും ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നതിനായിട്ട് ഈ സന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകിയ ജാഥ ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ട കോലാട്ട് ജോൺ സിംഗ്രാം അച്ഛനെ നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇതിൻ്റെ ജനറൽ കൺവീനറായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട എം.ഒ. ജോൺ അച്ഛനും അതുപോലെ തന്നെ അൺമായഡ് ട്രസ്റ്റി ശ്രീ M.G. ജോർജ്, അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ജോർജ് ജോസഫ് എന്നിവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സമയം വളരെയധികം ദീർഘിച്ചതിനാൽ ഇന്നത്തെ സന്ദേശയാത്രയുടെ ലക്ഷ്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ജോൺ സിംഗ്രാം അച്ഛൻ ഇപ്പോൾ അല്പസമയം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പാച്ചൻ, ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട കോരേച്ചൻ, ബഹുമാന്യരായ വൈദികരെ, സഭയുടെ അൽമായ ട്രസ്റ്റി ശ്രീ M.G. ജോർജ് മുത്തൂറ്റ്, സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, ബഹുമാന്യരായ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, കർത്താവിനാൽ അനുഗ്രഹീതരായ വിശ്വാസികൾ, എൻ്റെ വചനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ സന്ദേശ യാത്രയിൽ ഉടനീളം സഹകരിക്കുകയും നേതൃത്വം കൊടുക്കുകയും ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ക്രമപ്പെടുത്തുകയും ചെയ്ത ഏതാനും വ്യക്തികളോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അവരെ പരിചയപ്പെടുത്തുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ
ഈ സന്ദേശയാത്രയുടെ കോട്ടയം ഭദ്രാസനത്തിലെ ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ട ചെറുതലാട്ട് ജോണച്ചനാണ് ഈ സന്ദേശയാത്ര കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിച്ചത്, ഇതിന്റെ ആസൂത്രണങ്ങൾ പ്രത്യേകമായി നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ഡോക്ടർ എമോ ജോൺ അച്ഛനാണ്. പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അച്ഛനെ അഭിനന്ദിക്കുന്നു. ഈ ക്രമീകരണങ്ങൾക്ക് സഭയുടെ ട്രസ്റ്റിയെയും സെക്രട്ടറിയെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ശ്രീ ജോൺസൺ കല്ലട 3 സന്ദേശയാത്രകൾ ഒരുപോലെ സംബന്ധിച്ചയാളാണ്. മിക്കവാറും സമയം അദ്ദേഹം പറഞ്ഞത് അലങ്കര സഭയിലെ ഭദ്രാസനങ്ങൾ മുഴുവനും സന്ദർശിക്കുവാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ് എന്നാണ്. അതുപോലെ തന്നെ ശ്രീ സണ്ണി പുഞ്ചമണ്ണിൽ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ നിന്നുള്ള മുൻ മാനേജിംഗ് കമ്മിറ്റി അംഗവും ഈ 25 നടക്കാൻ പോകുന്നതായ മീറ്റിംഗിന്റെ പബ്ലിസിറ്റി വിഭാഗം കൺവീനറുമാണ്. ദയവായിട്ട് കൈവക്കും. ശ്രീ മാത്തുണ്ണി മാവേലിക്കര ഭദ്രാസനത്തിലെ മാനേജിംഗ് കമ്മിറ്റി അംഗവും ഈ സന്ദേശയാത്ര കമ്മിറ്റി അംഗവുമാണ്. ശ്രീ റോഡി മാവേലിക്കര നിന്നുള്ളതായ മാനേജിംഗ് കമ്മിറ്റി അംഗവും റിസപ്ഷൻ കമ്മിറ്റിയുടെ കൺവീനറുമാണ്. ശ്രീ കോശികമൻ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൽ നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗവും ഈ സന്ദേശയാത്രയുടെ കമ്മിറ്റി അംഗവുമാണ്. അലക്സ് മണപ്പുറത്ത് നിരണം ഭദ്രാസനത്തിൽ നിന്നുള്ളതായ കമ്മിറ്റി അംഗവും സന്ദേശയാത്രയുടെ കമ്മിറ്റി അംഗവുമാണ്. കോട്ടയം ഭദ്രാസനത്തിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവരെയും അറിയാവുന്നവരാണ്. രഞ്ജു അതുപോലെയുള്ള ബാക്കി നല്ല ആളുകൾ. ഇവരോടെല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. കാരണം കാസർഗോഡ് മുതൽ എന്നെ അനുഗമിച്ച് ഇത്രയും ദിവസം നിന്ന് 8ാം ദിവസം പൂർത്തീകരിക്കുകയാണ്. എല്ലാ ക്രമീകരണങ്ങൾക്കും കൂടെ നിന്ന് ദിവസത്തെ ചൂടും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് അനുഗമിച്ചവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു, നന്ദി അറിയിക്കുന്നു. 3 ഭാഗങ്ങളായിട്ടാണ് സന്ദേശയാത്ര ക്രമീകരിക്കപ്പെട്ടിരുന്നത്. ആദ്യത്തെ സന്ദേശയാത്ര തിരുവാങ്കൂറിൽ നിന്ന് ആരംഭിച്ചു. അതിന്റെ ക്യാപ്റ്റൻ സഭാ സെക്രട്ടറി ജോർജ് ജോസഫ് ആയിരുന്നു. 2ാമത്തെ സന്ദേശയാത്ര തിരുവിതാംകൂറിൽ നിന്ന് ആരംഭിച്ചു. അതിന്റെ ക്യാപ്റ്റൻ ശ്രീ കാർഗേണ്ടതായിരുന്നു. മൈലാപ്പൂരിൽ നിന്ന് ആരംഭിച്ചു. അതിന്റെ ക്യാപ്റ്റൻ ശ്രീ കാർഗേണ്ടതായിരുന്നു. ദേഹാസ്വാസ്ഥ്യം മൂലം അദ്ദേഹത്തിന് വന്നെത്തുവാൻ സാധിക്കാത്തതോടെ ശ്രീ ബഹുമാനപ്പെട്ട സക്രിയ പിരിയോ മറ്റൊരു അച്ഛനെയാണ് പരിശുദ്ധ ഭാവാദിനെ പ്രത്യേകം ചുമതലപ്പെടുത്തിയത്. 3ാമത്തെ സന്ദേശയാത്ര കേരളത്തിന്റെ വടക്കേറ്റത്ത് നിന്ന് വന്നതാണ്. ഇപ്പോൾ ഇവിടെ പ്രയസന്മാരെയും സമാപിക്കുവാനായിട്ട് പോകുന്നത്. ഉടനീളം അതിഗംഭീരവും ഉജ്ജ്വലവുമായ സ്വീകരണങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഇരിട്ടി മുതൽ സുൽത്താൻ ബത്തേരി ഭദ്രാസനം, മലബാർ ഭദ്രാസനം, കുന്നംകുളം ഭദ്രാസനം, തൃശൂർ, കൊച്ചി, കണ്ടനാട് ഈസ്റ്റ്, വെസ്റ്റ്, അങ്കമാലി ഈ ഭദ്രാസനങ്ങളെല്ലാം കടന്ന് കോട്ടയം ഭദ്രാസനം കടന്ന് കോട്ടയം സെൻട്രൽ ഭദ്രാസനത്തിലേക്ക് എത്തിയിരിക്കുക. അത്യുജ്വലമായ സ്വീകരണങ്ങൾ എല്ലായിടത്തും ലഭിച്ചുവെങ്കിൽ അവയിൽ ഏറ്റവും ഉജ്ജ്വലമായ സ്വീകരണമാണ് ഇന്ന് ലഭിച്ചത്. പ്രത്യേകമായിട്ട് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും വലിയ 100 കണക്കിന് വാഹനങ്ങൾ എന്ന് പറയുന്നത് സാധാരണ 1000 എന്ന് പറയുവാൻ തക്കവണ്ണം ഇരുചക്ര വാഹനങ്ങളും 4 ചക്ര വാഹനങ്ങളും എത്തിച്ചേർന്നു എന്നുള്ളത് പ്രത്യേകം സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. സമയം അധികം കാര്യങ്ങൾ പറഞ്ഞു നിൽക്കുവാൻ സമയമില്ല. 2 കാര്യം മാത്രം പറയുകയാണ്. ഒന്നാമത്, ഈ സന്ദേശയാത്ര വിളിച്ചറിയിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഒരു ഭാരതീയ സഭയാണ്. ദേശീയ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് വളരുന്ന ഒരു സഭയാണ്. മറ്റൊരു വിദേശ സഭയുടെ വാലല്ല മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. സ്വയം ശിഷ്യത്വമുള്ള സഭയാണ്. അനേകം കാതോലിക്കമാരെന്ന് കേരളത്തിലുണ്ടെങ്കിലും പരിശുദ്ധ കാതോലിക്ക ബാബ എന്ന് പറയുവാൻ അവകാശമുള്ള ഏക കാതോലിക്ക മലങ്കര സഭയുടെ കാതോലിക്ക. മറ്റൊരു
25-ാം തീയതി നടക്കാൻ പോകുന്നതായ ആ മഹാസമ്മേളനത്തിൽ എല്ലാ വിശ്വാസികളും വന്ന് സംബന്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. ഇത്രയും ആവേശോജ്വലമായിട്ട് കാതോലിക്ക സെമിനറി സംബന്ധിച്ചല്ലോ എന്ന് വിചാരിച്ച് വിചാരിക്കരുത്. ഞാൻ ഈ പറയുന്ന എല്ലാവരോടുമായിട്ടാണ്, എന്നോടല്ല എന്റെ അടുത്തിരിക്കുന്ന ആളോടാണ് കോട്ടയം പഴയ സെമിനാരി ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. മലങ്കര സഭയെ ഒരു വൈദേശിക സഭയ്ക്ക് വിട്ടുകൊടുക്കില്ലെന്നും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ ശക്തി പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ കബറിടം ലക്ഷ്യമാക്കി മലങ്കര സഭയെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിക്കുവാൻ അഭ്യസിപ്പിച്ച പുണ്യപിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് മലങ്കരയുടെ സ്വാതന്ത്ര്യം കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മലങ്കര നസ്രാണികൾ ന്റെയും അടിമയിൽ നിന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മലങ്കര നസ്രാണികൾ സംഘടിപ്പിച്ചിരിക്കുന്ന പൈതൃക യാത്ര ഇതായി